നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവൻ ഇറങ്ങി ഓടിയത് ആകെ കുഴപ്പമാവുമല്ലോ. ആ തിരക്കിനിടയിൽ എങ്ങനെ മയങ്ങി വീണാ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇവിടെ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വാ, വേഗം നടക്ക്. പ്ലീസ്. എന്റെ പൊന്നു ഭദ്ര, ഞാൻ എത്ര നേരമായി കെഞ്ചുന്നു, ദയവേത് നീ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പറഞ്ഞല്ലോ, പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ കതിർ മണ്ഡപത്തിൽ വെച്ച് എന്റെയും ദേവികയുടെയും വിവാഹം നടക്കണം. അയ്യോ, അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കഴുത്തീർച്ച് കുന്നുകളയും. ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് രൂപയാ ദേവിക എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയത്. അത് ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ ഭദ്ര. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, ഞാൻ വാങ്ങിയ പണം അണ പൈസ കുറയാതെ മടക്കിത്തരാം. പണം അത് ആർക്ക് വേണം? എനിക്ക് വേണ്ടത് ദേവികയാ. അവളെ എനിക്ക് കിട്ടിയേ തീരൂ. അത് നടക്കില്ല ഭദ്ര. അത് നടക്കും. ഭദ്രൻ വെറുതെ അല്ല ഇവിടെ വന്നത്. ദേവികെ എന്റെ പെണ്ണ. അവളെ കെട്ടിക്കൊണ്ടു പോകാൻ വേറെ ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല. ഭദ്ര, നീ ഇവിടെ കയറി അതിക്രമം കാണിച്ച ഇല്ലാതാവുന്നത് എന്റെ മോളുടെ ഭാവിയാ. നിങ്ങളുടെ മോളുടെ ഭാവിക്ക് ഒരു കുഴപ്പവും വരില്ല. പൊന്നാരൻ തോട്ടത്തിലെ ഈ ബന്ധം പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. ദേവിയെ കെട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ? നിങ്ങളുടെ കുടുംബത്തിലെ സംബന്ധക്കാരനല്ലേ? അപ്പൊ നിങ്ങളുടെ മോളെ കെട്ടിച്ചുവിടേണ്ട ഉത്തരവാദിത്വം എന്റെയും കൂടെ അല്ലേ? നിങ്ങളുടെ മകൾക്ക് ഇതിനേക്കാൾ 10 ഇരട്ടി കുടുംബമഹിമയും ധനസ്ഥിതിയും കുടുംബമഹിമയും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ബന്ധം ഞാൻ കൊണ്ടുവരും. ഈ ഭദ്രൻ കൊണ്ടുവന്നിരിക്കും. നീ ഒന്ന് പോ ഭദ്ര, പോ ഭദ്ര. എന്റെ ദേവിക എവിടെ? ഭദ്ര, പ്ലീസ് 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 ഭദ്ര. വേറെ എന്തു വേണമെങ്കിലും ഞാൻ ചിലപ്പോ ഉപേക്ഷിച്ചെന്ന് വരും. പക്ഷെ ദേവിക, അവളൊരു വല്ലാത്ത മോഹമാണ് എനിക്ക്. അവളെ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭദ്ര വേണ്ട, പ്ലീസ് ഭദ്ര വേണ്ട, ഭദ്ര വേണ്ട ഭദ്ര. ഭദ്ര, ഭദ്ര, നീ എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കുന്നേ. ഭദ്ര, ഞാൻ പറഞ്ഞു, നീ എന്റെ മോളുടെ ജീവിതം. ഭദ്ര, നീ എന്തിനാണ് എന്നെ പിടിക്കുന്നേ?
പോടാ. അവിടെ വേണ്ട. ഞാൻ ഇനി ഋഷി സുന്ദരനൊക്കെ വേണ്ട വേണ്ട അടങ്ങിയിരിക്കും ജീവട്ടെ. അടങ്ങല അവിടെ ചെയ്യല്ലേ, അവിടെ ചെയ്യല്ലേ. നോക്ക്, എന്റെ മുടി ചീത്ത. ചേട്ടാ ഒന്നും ചെയ്യില്ല. സിദ്ധു റെഡിയായോ? ഒന്നും പറയണ്ട ചെറിയച്ച, സിദ്ധുവേട്ടനെ റെഡിയാക്കി എടുക്കുന്നത് വലിയ ടാസ്ക് തന്നെയാ. ഇതിപ്പോ ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. നല്ല ലുക്കുണ്ട് അല്ലേ മായി? നോക്കി. അതെ അതെ. എന്നാ നമുക്ക് ചേട്ടനെ കൊണ്ട് മണ്ഡപത്തിലേക്ക് പോവാം. അതെ, അതിനു മുമ്പ് ഞാൻ ഈ ജ്യൂസ് ഇവരൊന്ന് കൊടുക്കട്ടെ. മോനെ സിദ്ധു, മോൻ ഈ ജ്യൂസ് കുടിച്ചേ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സിദ്ധു? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇത് കുടിക്കടാ, ഇല്ലെങ്കിൽ ക്ഷീണം വരും. ഒന്ന് കുടിച്ചേ. വേണ്ട, എനിക്ക് വേണ്ട. കുടിച്ചേ. കുടിക്കേട്ടാ. കുടിക്കേ, ക്ഷീണം മാറട്ടെ. കുടിക്ക് സിദ്ധു, കുടിക്കുന്ന കുടിക്കേ. മോനെ സിദ്ധു കുടിക്കേ. ഋഷി എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ഋഷി. ആ ജ്യൂസ് ഇതാ, ഞാൻ കൊടുക്കാം. കൊടുക്ക. ഏട്ടാ ഇത് കുടിച്ചേ. വേണ്ട ഋഷി. കുടിക്കടാ. ആഹാ കുടിക്കേ. അതേ മായേ, ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ സിദ്ധു മയങ്ങി വീഴും. അപ്പൊ നമുക്ക് ഇവനെ ഇവിടുന്ന് മാറ്റിക്കിടണം. കുടിക്കേ. മതി ഋഷി. അത് പറ്റില്ല, കുറച്ചുകൂടെ കുടിക്കേ. ഋഷി എനിക്ക് വേണ്ട. കുടിക്കടാ, അത് മുഴുവനും കുടിക്കേ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പോ. രക്ഷപ്പെട്ടെ. നിക്കേ. സിദ്ധുവേട്ടാ നിക്ക്. ശ്ശേ, ഇവൻ ഇറങ്ങി ഓടിയത് ആകെ കുഴപ്പമാവുമല്ലോ. ആ തിരക്കിനിടയിൽ എങ്ങനെ മയങ്ങി വീണാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇവിടെ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വാ. വേഗം നടക്ക്. സിദ്ധു, സിദ്ധു, എടാ എന്നിട്ട് ഓടിക്കല്ലേ സിദ്ധു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.